നമസ്കാരം. ടൈം മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഇന്ത്യയിൽ പോക്കറ്റിൽ പണമില്ലാതെ നമുക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. ചെറിയ ചായക്കട തൊട്ട് വലിയ ഷോപ്പിംഗ് മാളുകൾ വരെ പണം ഇടപാടുകൾക്കായി UPI നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. പോക്കറ്റിൽ പേഴ്സ് ഇല്ലെങ്കിലും എവിടെ വേണമെങ്കിലും പോയി തിരികെ സുരക്ഷിതമായി മടങ്ങി വരാവുന്ന സ്ഥിതിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഭാരതത്തിലെ റീറ്റെയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ 81% ഇന്ന് UPI വഴിയാണ് നടക്കുന്നത്. പക്ഷേ ഈ സൗകര്യത്തിനൊപ്പം തന്നെ സൈബർ തട്ടിപ്പുകളും വർദ്ധിച്ചു വരികയാണ്. മുൻപും ഇത് സംബന്ധിച്ച് നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. 2021 551 കോടി രൂപയായിരുന്ന തട്ടിപ്പ് 2025 ആയപ്പോഴേക്കും 22,931 കോടി രൂപയായി കുതിച്ചുയർന്നു. തട്ടിപ്പിന്റെ കണക്കാണ് പറഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മുടെ RBI, സുരക്ഷാ സുപ്രധാനമായ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. കുറേയധികം ഗുണകരമായ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് പ്രായമായവർ ചതിക്കപ്പെടാതിരിക്കാനുള്ള മാറ്റങ്ങൾ RBIയുടെ ആലോചനയിലാണ്. എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ? ഈ വീഡിയോയിലൂടെ നമുക്കതൊന്ന് പരിശോധിക്കാം. 2026 ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന ഏറ്റവും വലിയൊരു മാറ്റമാണ് മാൻഡേറ്ററി 2-ഫാക്ടർ ഒതന്റിക്കേഷൻ. ഇനി മുതൽ കേവലം ഒരു OTP മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് പണം അയക്കാൻ സാധിക്കില്ല. നിങ്ങളിപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഏപ്രിൽ മുതൽ അത് വന്നു കഴിഞ്ഞു. ഇടപാടുകൾ പൂർത്തിയാക്കാൻ താഴെ പറയുന്ന 3 കാര്യങ്ങളിൽ കുറഞ്ഞത് 2 എണ്ണമെങ്കിലും നിർബന്ധമാണ്. ഒന്നാമതായി, നിങ്ങളുടെ UPI പിൻ അല്ലെങ്കിൽ പാസ്വേഡ്. 2, നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ ഫോൺ. 3, നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ, ഫിംഗർ പ്രിന്റ്, വിരലടയാളം അല്ലെങ്കിൽ മുഖം തിരിച്ചറിയൽ, ഫേസ് ID പോലുള്ള ബയോമെട്രിക് വിവരങ്ങൾ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇതിലേതെങ്കിലും ഒരു ഘടകമെങ്കിലും ഓരോ ഇടപാടിനും പ്രത്യേകമായി മാറിക്കൊണ്ടിരിക്കണം എന്നതാണ്. ഇത് നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത വലിയ തോതിൽ കുറയ്ക്കും. എല്ലാ ഇടപാടുകളെയും RBI ഒരുപോലെയല്ല കാണുന്നത്. പുതിയ നിയമപ്രകാരം റിസ്ക് ബേസ്ഡ് ഓതന്റിക്കേഷൻ എന്ന രീതിയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. നിങ്ങൾ പതിവായി പണമടയ്ക്കുന്ന കടയിലോ പരിചിതമായ ലൊക്കേഷനിലോ ആണെങ്കിൽ ഇടപാടുകൾ വേഗത്തിൽ തന്നെ നടക്കും. എന്നാൽ പുതിയൊരു ഫോണിൽ നിന്ന് ആദ്യമായി പണം അയക്കുമ്പോഴോ അസാധാരണമായ സമയത്ത് ഒരു വലിയ തുക നിങ്ങളുടെ ഫോണിലൂടെ കൈമാറുമ്പോഴോ സിസ്റ്റം കൂടുതൽ സുരക്ഷാ പരിശോധനകൾ ആവശ്യപ്പെടും. ഇത് നിങ്ങളുടെ പണം അപരിചിതർ തട്ടിയെടുക്കുന്നത് തടയാൻ സഹായിക്കും. NPCI ചില പുതിയ പ്രവർത്തന നിയന്ത്രണങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ബാലൻസ് പരിശോധന സംബന്ധിച്ചാണെങ്കിൽ ഒരു ആപ്പിൽ ഒരു ദിവസം പരമാവധി 50 തവണ മാത്രമേ നിങ്ങളുടെ ബാലൻസ് പരിശോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഇനി അക്കൗണ്ട് ലിങ്കിങ് സംബന്ധിച്ചാണെങ്കിൽ ഒരു ദിവസം പരമാവധി 25 ബാങ്ക് അക്കൗണ്ടുകൾ മാത്രമേ ഒരു ആപ്പ് വഴി നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ കഴിയൂ. ഓട്ടോ ഡെബിറ്റ് സമയം എന്നൊരു സംഗതി കൂടിയുണ്ട്. നിങ്ങളുടെ EMIയോ സബ്സ്ക്രിപ്ഷനോ ഇനി മുതൽ തിരക്ക് കുറഞ്ഞ സമയങ്ങളിൽ, അതായത് രാവിലെ 10 മണിക്ക് മുൻപോ രാത്രി 9:30 ശേഷമോ മാത്രമേ ഡെബിറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. ഇനി ഇടപാട് പരിധിയെ പറ്റിയാണെങ്കിൽ സാധാരണ പണം അയക്കലുകൾക്ക് 1 ലക്ഷം രൂപയാണ് ഒരു ദിവസത്തെ പരിധി. എന്നാൽ ആശുപത്രികൾ, സ്കൂൾ ഫീസുകൾ എന്നിവയ്ക്ക് 5 ലക്ഷം രൂപ വരെ ആ പരിധിയിൽ അധികമായി അനുവദിച്ചിട്ടുണ്ട്. വലിയൊരു മാറ്റം കൂടി RBI ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. 10,000 രൂപയ്ക്ക് മുകളിലുള്ള ആദ്യത്തെ ഇടപാടുകൾക്ക് 1 മണിക്കൂർ കൂളിംഗ് പീരീഡ് അല്ലെങ്കിൽ കാത്തിരിപ്പ് സമയം ഏർപ്പെടുത്താനുള്ള ഒരു നിർദ്ദേശമാണിത്. അതായത് നിങ്ങൾ ഒരാൾക്ക് ആദ്യമായി 10,000 രൂപയ്ക്ക് മുകളിൽ പണം അയക്കുമ്പോൾ ആ പണം അയച്ചാൽ ഉടൻ ക്രെഡിറ്റ് ആവുകയില്ല. ഈ 1 മണിക്കൂറിനുള്ളിൽ ഇതൊരു തട്ടിപ്പാണെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അധികൃതരുമായി ഇടപെട്ട് ആ ഇടപാട് റദ്ദാക്കാൻ കഴിയും. അതൊരു സൗകര്യപ്രദമായ കാര്യമാണ്. ഇനി 70 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർ വലിയ തുകകൾ കൈമാറുമ്പോൾ അവരുടെ വീട്ടിലെ മറ്റൊരു വിശ്വസ്ത വ്യക്തിയുടെ കൂടി അനുമതി വാങ്ങുന്ന രീതിയും RBIയുടെ പരിഗണനയിലുണ്ട്. കാരണം ഈ അടുത്ത കാലത്തായി പ്രായമേറിയവരെ തന്നെ തപ്പിപ്പിടിച്ച് സാമ്പത്തിക തട്ടിപ്പുകൾക്ക് വിധേയരാക്കുന്നതായി റിപ്പോർട്ടുകൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത്തരം തട്ടിപ്പുകൾ എങ്ങനെ തടയാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകളാണ്. CBI ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് വീഡിയോ കോളിലൂടെ ഭീഷണിപ്പെടുത്തി യൂണിഫോം ഒക്കെ ഇട്ട് വന്ന് പണം തട്ടുന്ന ഒരു രീതിയാണിത്. ഓർക്കുക, ഒരു ഏജൻസിയും നിങ്ങളെ ഓൺലൈനായി അറസ്റ്റ് ചെയ്യില്ല. അതുപോലെ പണം സ്വീകരിക്കാൻ വേണ്ടി പിൻ അടിക്കുകയോ QR കോഡ് സ്കാൻ ചെയ്യുകയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളത് ചെയ്യേണ്ടതില്ല. അത് ശരിയായ ഒരു രീതിയുമല്ല. നിങ്ങൾ തട്ടിപ്പിനിരയാൽ ഉടൻ തന്നെ 1930 എന്ന നാഷണൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈനിൽ വിളിക്കുക. ആദ്യത്തെ 1 മണിക്കൂർ, അതിനെ ഗോൾഡൻ അവർ എന്നാണ് വിളിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനുള്ളിൽ പരാതിപ്പെട്ടാൽ നിങ്ങളുടെ പണം തിരിച്ചുപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാങ്കേതികവിദ്യ എത്ര വളർന്നാലും നമ്മുടെ ജാഗ്രതയാണ് ഏറ്റവും വലിയ സുരക്ഷ. പുതിയ മാറ്റങ്ങൾ ആദ്യഘട്ടത്തിൽ അല്പം ബുദ്ധിമുട്ടായി തോന്നാമെങ്കിലും നമ്മളുടെ പണം സുരക്ഷിതമാക്കാൻ ഇവ ആവശ്യമാണ്. ഈ അറിവ് മറ്റുള്ളവരിലേക്കും ദയവായി നിങ്ങൾ ഷെയർ ചെയ്യണം. സുരക്ഷിതമായി ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുക. ഇവിടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് നൽകുകയും വേണം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നമസ്കാരം.